ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ചെറിയൊരു അനുഭവ കഥയിലൂടെ ഇന്നത്തെ ദിവസത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഒന്ന് കേട്ടാലോ. ഞാനിത് പറയണോ പറയണ്ടേ എന്ന് വിചാരിച്ചിരുന്ന ഒരു ചെറിയൊരു അനുഭവമാണ്. എൻ്റെ താഴെയുള്ള മോൻ മിക്കുവിൽ നിന്നാണ് ഞാനിത് കൂടുതൽ പഠിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ബീഫിൻ്റെ റെസിപ്പി കാണിച്ചുകൊണ്ട് തന്നെ പറയണോ എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. ഞാൻ ഈ ഒരു ബീഫ് വരട്ടാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിന് പ്രത്യേകിച്ച് റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഈ വെള്ളമൊക്കെ വറ്റി വരണ്ട് വരുന്ന ആ ഒരു സമയത്തോടു കൂടി നിങ്ങൾക്കൊരു അനുഭവ കഥയും കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പറയുന്നതാണ്. നമ്മൾ വലുതാവും തോറും നമ്മുടെ ലൈഫിൽ നമ്മൾ കല്യാണം കഴിഞ്ഞൊക്കെ വരുന്ന ആ ഒരു സമയത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കളിലൂടെയാണ് പഠിക്കുക. അങ്ങനെ ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു അനുഭവം. വേറൊന്നല്ല, ഒരു ദിവസം ഞാൻ ഇതേപോലെ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പച്ചനോട് ഒരു 2 നാളികേരം പൊളിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പച്ചൻ ഓക്കെ പറഞ്ഞ് നാളികേരമൊക്കെ പൊളിക്കാനായിട്ട് പോയി. അങ്ങനെ അപ്പച്ചൻ നാളികേരം പൊളിച്ച് അത് ഉമ്മറത്ത് കൊണ്ടുവച്ചു. അപ്പോൾ അപ്പച്ചൻ എൻ്റെ താഴെയുള്ള മോനോട് മിക്കുവിനോട് പറഞ്ഞു, ഇത് അമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അതെടുത്തിട്ട് അവൻ എടുക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ ജോക്കൂട്ടം വന്നിട്ട് ഒരെണ്ണെടുത്തിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അങ്ങനെ അവൻ സ്പീഡിൽ ഓടിപ്പോയി. എന്നെ കൊണ്ടൊന്ന് സംസാരിക്കാനും കൂടി അനുവദിച്ചില്ല. മിക്കുവാണെങ്കിൽ അടുത്ത നാളികേരം എടുത്തിട്ട് എൻ്റെ അടുത്ത് വന്ന് കൊണ്ടുവച്ചു. അവർ 2-3 മിനിറ്റോടെ നിന്നു. ആ ഒരു നേരം കൊണ്ട് ഞാൻ അവനോട് താങ്ക് യു പറഞ്ഞു. അവൻ ഒരുപാട് സന്തോഷത്തിൽ ഓടിച്ചെന്ന് അപ്പച്ചൻ്റെ അടുത്ത് ചെന്ന് പറയാണ്, അപ്പാപ്പാ ഞാൻ അമ്മയ്ക്ക് നാളികേരം കൊണ്ടു കൊടുത്തപ്പോൾ അമ്മ എന്നോട് പറയാ താങ്ക് യു എന്ന്. അവനത് പറയുന്ന ആ ഒരു സ്റ്റൈലും ആ ഒരു ട്യൂണും ആ ഒരു സന്തോഷത്തോടു കൂടിയുള്ള അവൻ്റെ ആ ഒരു എല്ലാതും കൂടി കേട്ടപ്പോണ്ടല്ലോ വളരെയധികം ഇത്രയ്ക്കും പ്രാധാന്യമുണ്ടോ ആ ഒരു വാക്കിന് എന്ന് എനിക്ക് ശരിക്കും തോന്നിപ്പോയി. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് അത്ര വലിയ സംഭവമായിട്ട് തോന്നില്ല, പക്ഷേ എനിക്കിത് വലിയൊരു സംഭവമാണ്. നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങളുണ്ടാവും, സങ്കടകരമായിട്ടുള്ള നിമിഷങ്ങളുണ്ടാവും. ചില സമയത്ത് നമ്മൾ ദൈവത്തിനോട് സങ്കടകരമായ നിമിഷത്തിൽ മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ അല്ലേ? ചില സമയത്ത് ഞാനും അങ്ങനെയായി പോവാറുണ്ട്. എന്നാലോ സന്തോഷകരമായ നിമിഷത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ദൈവത്തിനോട് നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? ഇടയ്ക്കൊക്കെ ഒന്ന് ഇത് ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണെന്ന് എനിക്കിപ്പോൾ തോന്നി. ഏതൊരു നല്ല കാര്യം നടക്കായാലും എന്ത് തന്നെ സംഭവിക്കായാലും ആദ്യം നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുക, അതുപോലെ തന്നെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. പിന്നീട് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങൾക്കും ഓരോ സന്തോഷകരമായ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മുടെ കൂടെയുള്ള നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ, നമ്മളൊന്ന് വിഷ് ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരു നന്ദി പറയുക, ഒരു താങ്ക് യു പറയുക. അതൊരു വാക്കുകൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെ ആവാം. നമ്മുടെ ആ ഒരു താങ്ക് യു പറയുന്ന ആ ഒരു വാക്കിലൂടെ അത് കേൾക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ, അത് കാണുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം അത് അനുഭവിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുമാത്രമല്ല, അവരതിന് വേണ്ടിയിട്ട് 1 മിനിറ്റോ 1/2 സെക്കൻഡോ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് സഫർ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ലൈഫിൽ ആരോടും താങ്ക് യു പറഞ്ഞിട്ടില്ലെങ്കിൽ കിടന്നുറങ്ങുന്നതിന് മുന്നേ ദൈവത്തിനോട് താങ്ക് യു പറയാൻ മറക്കരുത് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ പഠനവുമായി ബന്ധപ്പെട്ടിട്ടല്ല, അല്ലാതെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ മക്കളിൽ നിന്നായിരിക്കും പഠിക്കുക, അവരുടെ ആ ഒരു സന്തോഷത്തിൽ നിന്നായിരിക്കും പഠിക്കുക. അങ്ങനെ പഠിച്ചൊരു കാര്യമാണ് എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നിയത്. ഞാൻ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ. ഇതിന് മുന്നേ ഒന്നും ഞാനും താങ്ക് യു ഒന്നും പറയാനായിട്ട് പഠിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ ലൈഫിൽ ഈ ഒരു താങ്ക് യു എന്ന് പറയുന്ന ഒരു വാക്കിന് പ്രാധാന്യമുണ്ട്. അതിപ്പോൾ ഇനി ഇതിൽ കൂടുതൽ വേറൊരു ഉദാഹരണം ഇതിനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനും മക്കളിൽ നിന്ന് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ബീഫ് ഇവിടെ റോസ്റ്റായി ഒരു വിധമായിട്ട് അത് നേരെ സൗദിയിൽ അനിയൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവരത് അവരെ വേറെ റെസിപ്പിയൊക്കെ ആക്കിയിട്ട് നെയ്ച്ചോറും കൂട്ടി തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അനിയൻ പോവാറായപ്പോൾ അവന് ബീഫ് വരട്ടിയത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് ഞാൻ ഇപ്രാവശ്യം അടിപൊളിയായിട്ട് തന്നെ ബീഫ് വരട്ടി കൊടുത്തിട്ടുണ്ട്. അത് അവർ വേറൊരു ടൈപ്പ് റെസിപ്പി പ്രാവശ്യം ആക്കിയിട്ട് സെറ്റാക്കി അത് തീർന്നു തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഞാൻ ബീഫിൻ്റെ റെസിപ്പി എനിക്ക് ഇടാനായിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ വരട്ടണേൻ്റെ ആ ഒരു പകുതി ഭാഗം തൊട്ടിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഈ ഒരു വരട്ടണേൻ്റെ ആ ഒരു ഭാഗം പറയുന്നതോട് കൂടി ഒരു ചെറിയ കഥയും കൂടി അതിലൂടെ ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒരു താങ്ക് യു പറയുന്നതിലൂടെ അവരിലുണ്ടാകുന്ന ആ ഒരു സന്തോഷം ഒരുമിച്ച് അനുഭവിച്ചാലോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.